നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ഗാന്ധി ജയന്തി വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ ഗാന്ധി സ്മൃതി സംഗമം, പുഷ്പാർച്ചന എന്നിവ നടന്നു. ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സോണിയാഗിരി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TV ചാർലി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ഇതുവരെ ലോകത്തിൽ മറ്റൊരു നേതാവും മഹാത്മാഗാന്ധിക്ക് പകരം വയ്ക്കാനായില്ല. അതുകൊണ്ട് തന്നെയാണ് ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള അഹിംസാ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഈ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ള ശ്രമങ്ങൾക്കുള്ള നിത്യസ്മാരകമാണ് ലോകത്തിൽ ഒക്ടോബർ 2 അഹിംസാ ദിനമായിട്ട് നമ്മളിന്ന് ആചരിക്കുന്നത്. നമ്മളിന്ന് ഹമാസ് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് ലോക ജനത മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഇന്ന് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഹമാസ് ആവർത്തിക്കുമായിരുന്നു എന്നാണ്. അവിടെ പട്ടിണി കിടക്കുന്ന പാവങ്ങളുണ്ടാകുമായിരുന്നു, അവിടെ കണ്ണീരൊഴുക്കുന്ന ജനവിഭാഗം ഉണ്ടാകുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ലോകത്തിലെ വലിയ ഭാഗം ജനങ്ങളിന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ഗാന്ധി ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സംഗമവും നടന്നു. മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി പ്രഭാഷണവും വിവിധങ്ങളായ സാംസ്കാരിക ചടങ്ങുകളും നടന്നു. നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ R ജയറാം അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഗുലാം മുഹമ്മദ്, MN തമ്പാൻ, ഉണ്ണികൃഷ്ണ മാസ്റ്റർ, ജോൺ ഗ്രേഷ്യസ്, EP സഹദേവൻ, PR സ്റ്റാൻലി, റിനാസ് പറമ്പൻ, ഷൗക്കത്ത്, ഷെയ്ഖ് ദാവൂദ്, PK ജോൺസൺ, റോക്കി ആളൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ഈ സ്റ്റാച്യുവിലും കാണാൻ കഴിയുന്നത് ചർക്കയിൽ നിൽക്കുന്ന മഹാത്മാഗാന്ധിയാണ്. സ്വയം പര്യാപ്തതയുടെയും ലളിത ജീവിതത്തിൻ്റെയും പ്രതീകമായിട്ടാണ് മഹാത്മാഗാന്ധിയെ നമ്മൾ ഈ രൂപത്തിൽ കാണുന്നത്. അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ഒരു രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്ന് എല്ലാ ആളുകളെയും അഹിംസാ മാർഗത്തിലൂടെ, ആ ചിന്തയിലൂടെ സമരമുഖത്തേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരു ചരടിൽ കോർത്ത പൂമാല കണക്കെ ഐക്യത്തോടെ ഒന്നിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടിത്തന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു രാഷ്ട്രനേതാവായി മാത്രമല്ല നമ്മളെല്ലാവരും ഗാന്ധിയെ കാണുന്നത്. ഒട്ടനവധിയായിട്ടുള്ള മഹത്വങ്ങളുള്ള ലളിത ജീവിതത്തിൻ്റെ, അഹിംസയുടെ, അതോടൊപ്പം സത്യത്തിൻ്റെയും നീതിയുടെയും ഒക്കെ പ്രതീകമായിട്ട് കൂടിയാണ് നമ്മൾ മഹാത്മാഗാന്ധിയെ കാണുന്നത്. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് ഉണ്ടായിരുന്നത്. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രം കൊട്ടിലാക്കലിൽ പ്രത്യേകം സജ്ജമാക്കിയ സരസ്വതി മണ്ഡപത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് M സുധീർ മാസ്റ്റർ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അയ്യങ്കാവ് ഭഗവതി ക്ഷേത്രം, കളത്തുംപടി ദുർഗാദേവി ക്ഷേത്രം, വെട്ടിക്കര നനദുർഗ നവഗ്രഹ ക്ഷേത്രം, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എന്നിവിടങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു.
സ്വയം സേവക് പൊറത്തുശ്ശേരി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിജയദശമി മഹോത്സവം ആഘോഷിച്ചു. മാപ്രാണം സെന്ററിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം കണ്ടാരന്തറ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ റിട്ടയേർഡ് വിംഗ് കമാൻഡർ MK ദേവിദാസൻ മുഖ്യാതിഥിയായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക് സഹ പ്രാന്ത പ്രചാരക് V അനീഷ് സന്ദേശം നൽകി. സുശീസാധനം നാമ വീരൗരഥം ധ്യേയനിഷ്ഠാ തീവ്രാനിശം. കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. കാട്ടൂർ പൊഞ്ഞനം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 15,000 രൂപ. തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയും കാട്ടൂർ ഹൈസ്കൂളിന് സമീപം കട നടത്തുന്ന നെല്ലിപ്പറമ്പിൽ തേജസാണ് തട്ടിപ്പിന് ഇരയായത്. കഴിഞ്ഞ 27-ന് ബൈക്കിലെത്തിയ യുവാവാണ് തട്ടിപ്പ് നടത്തിയത്. ഉച്ചയ്ക്ക് 12:30യോടെ കടയിൽ എത്തി കഴിഞ്ഞ 21-ന് നറുക്കെടുത്ത കേരള സർക്കാരിന്റെ 3 ടിക്കറ്റുകൾ നൽകുകയായിരുന്നു. QR കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന് 4ാം സമ്മാനമായ 5,000 രൂപ കിട്ടിയതായി കാണിക്കുകയും ചെയ്തു. കമ്മീഷൻ കഴിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകുകയും ചെയ്തു. എന്നാൽ ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിൽ എത്തിയപ്പോഴാണ് കൂടുതൽ പരിശോധനയിൽ ഈ ലോട്ടറി 23-ന് ആലപ്പുഴ ട്രഷറി ഓഫീസിൽ മാറിയതായി കണ്ടെത്തിയത്. തുടർന്ന് കാട്ടൂർ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യുവാവ് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യാജ ലോട്ടറി തട്ടിപ്പ് നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.